ഈ രാഹുൽ നിരപരാധിയാണോ അപരാധിയാണോ എന്ന് തെളിയുന്നതിന് മുൻപാണ് ഇത്തരത്തിലുള്ള പോരാട്ടങ്ങൾ നടക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ പോരാട്ടം രാഹുലിനെ വീണ്ടും ഒരു വലിയ കുഴിയിൽ കൊണ്ട് ചാടിക്കുകയല്ലേ? രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമാണ് കേരള ജനതയിലെ 80-90% എന്ന് ന്യൂസ് 18 താഴെ വരുന്ന പരിപാടികൾ നോക്കിയാൽ. ഇന്നലെ ഞാനും ഞാൻ രഞ്ജിത്ത് രാമൻ ഞാനും കൂട്ടുന്ന പരിപാടിയിൽ സോഷ്യൽ മീഡിയയിലൊക്കെ സജീവമായിട്ടുള്ള എത്ര പേർ കാണും? ഈ പൊതുജനത്തെ മുഴുവൻ അങ്ങനെ സോഷ്യൽ മീഡിയയിൽ സജീവമായ ആളുകളെന്നും 80% എന്നൊക്കെയുള്ള കണക്ക് രാഹുൽ എവിടെ നിന്നാണ് കിട്ടിയത്? ആരും പറഞ്ഞില്ലല്ലോ. രാഹുൽ എവിടെ നിന്നാണ് 80% കണക്ക് കിട്ടുന്നത്? എനിക്ക് ന്യൂസ് 18 ചാനൽ വിശ്വാസമാണ്. ന്യൂസ് 18 ചാനലിൽ വന്ന അങ്ങ് കൊടുത്ത പോളിൽ 67% കോൺഗ്രസിനെ ബാധിക്കുമോ എന്നായിരുന്നല്ലോ പോള്. കറക്റ്റ്. ആ ബാധിക്കുമോ എന്നതിൽ പോലും ബാധിക്കില്ല എന്നാണ് പറഞ്ഞത്. ഇനി വേണ്ട, രഞ്ജിത്ത് രാമൻജിയോട് ഞാൻ പരസ്യമായിട്ടൊരു വെല്ലുവിളി ഏറ്റെടുക്കുകയാണ്. നമുക്കൊരു ചർച്ച വെക്കുക. രാഹുൽ നിരപരാധിയോ എന്ന് പറഞ്ഞ് നമുക്കൊരു പോൾ ഇടാം. എത്ര പേര് സപ്പോർട്ട് ചെയ്യുന്നു നോക്കാണോ? അല്ലെ, സോഷ്യൽ മീഡിയയിൽ സജീവമായ ആളുകളെ നമ്മുടെ കേരളീയ സമൂഹത്തിന്റെ ഒരു പരിച്ഛേദമായി കാണല്ലേ രാഹുലെ? താങ്കളുടെ പ്രേക്ഷകരെയാണ് താങ്കൾ താഴ്ത്തി കാണുകയല്ല. അവർ മൊത്തത്തിൽ സോഷ്യൽ മീഡിയയിൽ വരുന്നവര് അവര് കേരളീയ സമൂഹത്തിന് 80% എന്നൊക്കെ പറഞ്ഞ കണക്കിലേക്ക് എത്തിക്കല്ലേ? അല്ല സാർ, സോഷ്യൽ മീഡിയയിൽ ഉള്ളതിൽ 80%. ഇനി കേരള സമൂഹത്തിലെ വലിയൊരു പരിച്ഛേദം ആ പരിച്ഛേദത്തിന്റെ തെളിവുള്ളത് കൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആക്ഷൻ എടുക്കാൻ പറ്റാത്തതും രാഹുൽ മാങ്കൂട്ടത്തിൽ ഏറ്റവും പോപ്പുലർ MLA ആകുന്നതും പാലക്കാട് എവിടെ പോയാലും അദ്ദേഹം ജനങ്ങൾ, സ്ത്രീകൾ, സിനിമാ താരങ്ങൾ അദ്ദേഹത്തെ വന്ന് ആശ്ലേഷിക്കുന്നതും. ഇനി അതല്ല പോയിന്റ്. ഇനി രാഹുൽ ഏറ്റവും പോപ്പുലർ ആണെങ്കിലും കാര്യമില്ല. തെറ്റ് ചെയ്താൽ തെറ്റുകാരനാണ്, നിയമത്തിന്റെ കണ്ണിൽ കുറ്റക്കാരനാണ്. പോപ്പുലാരിറ്റി ഇതിനൊരു മാനദണ്ഡമല്ല. പക്ഷേ നമുക്ക് നോക്കാം, പെൺകുട്ടി പറഞ്ഞ കള്ളങ്ങൾ ഓരോന്നായിട്ട് പൊളിഞ്ഞു വീണില്ലേ? 4 ദിവസമാണ് കല്യാണം എന്ന് പറഞ്ഞു. ശ്രീ രഞ്ജിത്ത് അങ്ങയുടെ പ്രേക്ഷകരോട് പറയൂ, അത് കള്ളമല്ലേ? 1 മാസത്തിന് ശേഷം കല്യാണം ഒഴിഞ്ഞു എന്ന് പറഞ്ഞു. ശ്രീ രഞ്ജിത്ത് താങ്കളുടെ പ്രേക്ഷകരോട് പറഞ്ഞു, അത് കള്ളമല്ലേ? കാര്യം കല്യാണം ഒഴിയുക എന്നൊരു പരിപാടി ഇല്ല. ഇനി ഞാൻ താങ്കൾക്ക് അയച്ചോ എന്നറിയില്ലെങ്കിൽ വീണ്ടും അയച്ചു തരാം. ആ പെൺകുട്ടി ജനുവരി 8 വരെ അദ്ദേഹത്തിന്റെ ഭർത്താവിനോടൊപ്പം പല സ്ഥലങ്ങളിലും പോകുന്ന ചിത്രങ്ങൾ എന്റെ കയ്യിരിപ്പുണ്ട്. അതിനുശേഷവും ചിത്രങ്ങൾ ഉണ്ടെന്ന് പറയുന്നു, എനിക്കറിയില്ല. പക്ഷേ ജനുവരി 8 വരെ വളരെ സന്തോഷത്തോടെ ഇവർ ഒരുമിച്ച് ജീവിക്കുന്ന സ്കൂൾ കലോത്സവത്തിന് പോകുന്ന ചിത്രങ്ങൾ ഉണ്ടെന്ന് പറയുന്നു. താങ്കൾ കണ്ടില്ലേ? അപ്പോ പച്ച കള്ളങ്ങൾ പറയുന്ന, അല്ലെങ്കിൽ യാതൊരു മടിയുമില്ലാതെ അസത്യങ്ങൾ പറയുന്ന ഒരു പെൺകുട്ടിക്ക് വേണ്ടി നിങ്ങൾ എന്തിനാണ് ക്യാമ്പയിൻ ചെയ്യുന്നത്? 2 ദിവസം മുമ്പല്ലേ കേരളം അറിഞ്ഞുള്ളൂ ആ പെൺകുട്ടി കല്യാണം കഴിച്ചതാണെന്ന്. അത് രാഹുൽ ഈശ്വർ പറഞ്ഞിട്ടല്ലേ അറിഞ്ഞത്? നിങ്ങൾ എല്ലാ മീഡിയക്കാർക്കും അറിയാമെങ്കിലും ഏതെങ്കിലും മീഡിയക്കാർ ആ സത്യം പുറത്തു പറഞ്ഞു? കാര്യം ആ പെൺകുട്ടി കല്യാണം കഴിച്ചതാണെന്ന് അറിഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് വിവാഹം കഴിച്ചോ ഇല്ലയോ എന്നുള്ളത് ഈ വിഷയത്തിൽ എന്ത് പ്രസക്തിയാണ്? രാഹുൽ എപ്പോഴും ചൂണ്ടിക്കാട്ടുന്നത് ഈ പെൺകുട്ടി കല്യാണം കഴിച്ചു, വിവാഹം കഴിച്ചു, അത് മറച്ചു വെച്ചു എന്നൊക്കെ ആദ്യം പറഞ്ഞു. അത് പൊളിഞ്ഞു. വിവാഹമായിട്ട് ഇതിനെ ബന്ധപ്പെടുത്തുന്നുണ്ട്. കാര്യം വിവാഹം കഴിച്ച ഒരു പെൺകുട്ടിക്ക് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നൊരു കേസ് കൊടുക്കാൻ പറ്റില്ലെന്ന് കേരള ഹൈക്കോടതിയും പഞ്ചാബ് ഹൈക്കോടതിയും സുപ്രീം കോടതിയുടെ വ്യത്യസ്ത വിധിന്യായങ്ങളും ഉണ്ട്. കേരള ഹൈക്കോടതിയുടെ വിധി അങ്ങേക്ക് ഓർമ്മയുള്ള ഒരു വിധി ഞാൻ പറയാം. വിജയബാബു വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള. അതിൽ വിജയബാബു ഓൾറെഡി മാരീഡ് ആണ്. അതുകൊണ്ട് ആ പ്രത്യേക അതിജീവിതയെ, ഇപ്പം പോലും അതിജീവിതയല്ല, ഞാൻ പേര് പറയില്ല, ആ പ്രത്യേക അഭിനേത്രിക്ക് അങ്ങനെ കേസ് കൊടുക്കാൻ പറ്റില്ലെന്ന് നമ്മുടെ കേരള ഹൈക്കോടതിയുടെ അടക്കം ഉത്തരവുണ്ട്. അപ്പോ കല്യാണം കഴിച്ചത് വളരെ പ്രസക്തമായ ഒരു പോയിന്റാണ്. ഇനി 2, ഒരു നിമിഷം മനുഷ്യത്വത്തിൽ തട്ടി ഒന്ന് ആലോചിച്ച് നോക്കൂ. കുഞ്ഞുണ്ടാകാൻ വേണ്ടി മാർച്ചിൽ 3 തവണ ബന്ധപ്പെട്ട് പ്ലാൻ ചെയ്ത് ബന്ധപ്പെട്ടതിനെ റേപ്പെന്ന് വിളിക്കുന്നതിനേക്കാൾ വലിയൊരു കള്ളം എന്തെങ്കിലും ഉണ്ടോ? അതായത് 2 പേരും പ്ലാൻ ചെയ്യുകയാണ്. ഇതിന്റെ തെളിവ് ആരാ പുറത്തുവിട്ടത്? പെൺകുട്ടി. മാർച്ചിൽ നമുക്ക് പ്ലാൻ ചെയ്ത് കുഞ്ഞിനെ ഉണ്ടാക്കാൻ ശ്രമിക്കാം, നമുക്ക് കുഞ്ഞ് വേണം എന്ന് പറഞ്ഞിട്ട് മാർച്ച് 4 അടക്കം 3 ദിവസങ്ങളിൽ ഇവർ ബന്ധത്തിൽ ഏർപ്പെടുന്നു. അതിനെ റേപ്പെന്ന് വിളിക്കുന്നത്, കുഞ്ഞുണ്ടാക്കാൻ വേണ്ടി പ്ലാൻ ചെയ്ത് ചെയ്യുന്ന ലൈംഗികതയെ ബലാത്സംഗം എന്ന് വിളിക്കുന്നതിനേക്കാൾ വലിയ എന്തെങ്കിലും കള്ളമുണ്ടോ? ദൈവത്തെ ഓർത്ത് ജനങ്ങൾ ഇത് ആലോചിക്കണം. നിങ്ങൾ പറ്റിക്കപ്പെടുകയാണ്, സാധാരണ മലയാളികൾ പറ്റിക്കപ്പെടുകയാണ്. നമുക്ക് സ്ത്രീകളോടുള്ള ബഹുമാനം ആ സോക്കോൾഡ് അതിജീവിത ദുരുപയോഗം ചെയ്യുകയാണ്. നമുക്ക് സ്ത്രീകളോടും സഹോദരിമാരോടും അമ്മമാരോടുമുള്ള ബഹുമാനവും സ്നേഹവും യഥാർത്ഥത്തിൽ ഈ തീവ്ര ഫെമിനിസ്റ്റ് ലോബി ചൂഷണം ചെയ്യുകയാണ്. നമ്മളെ തെറ്റിദ്ധരിപ്പിച്ച് വ്യാജ വാർത്തകൾ വെച്ച്, അർത്ഥസത്യങ്ങൾ വെച്ച് രാഹുൽ മാങ്കൂട്ടത്തിനെ ആക്രമിച്ച് ആ പെൺകുട്ടിക്ക് പ്രതിരോധം ഒരുക്കുകയാണ് ഈ പല ആൾക്കാരും. ഈ പെൺകുട്ടി ആരാ? ഒരു മടിയില്ലാതെ കള്ളം പറയുന്ന പെൺകുട്ടി. മറ്റൊരു പ്രശ്നം നമുക്കറിയാമല്ലോ, ഈ ബലാത്സംഗ കേസുകളിലെ ഇരകളുടെ പേരോ ഏതെങ്കിലും ഐഡന്റിറ്റിയോ പുറത്തുവിടുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട സുപ്രധാനമായ സുപ്രീം കോടതി വിധികളുണ്ട്. ഒപ്പം നമ്മുടെ ഇന്ത്യൻ പീനൽ കോഡ് വകുപ്പ് പ്രകാരം 228 പ്രകാരം തടവ് ലഭിക്കുന്ന കുറ്റമാണ്. പക്ഷേ രാഹുൽ കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് അത് അങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പെൺകുട്ടിയുടെ ഐഡന്റിറ്റി എവിടെ വെളിവിട്ടു? ഇനി ശ്രീ രഞ്ജിത്ത് ഒരു നിമിഷം ഒന്ന് ആലോചിക്കൂ. പെൺകുട്ടി പരാതി കൊടുത്തത് മിനിഞ്ഞാന്നല്ലേ? എനിക്ക് അതിന് മുമ്പ് പുറത്തു വിട്ടുകൂടായിരുന്നോ? ഞാൻ ചെയ്തോ? ഈ പെൺകുട്ടി പരാതി കൊടുത്തിട്ട് 3 ദിവസം അല്ലെങ്കിൽ 72 മണിക്കൂർ താഴെയല്ലേ ആവുന്നുള്ളൂ. അതിനു മുമ്പ് ഈ പെൺകുട്ടിയുടെ ഐഡന്റിറ്റി വെളിവിട്ടാൽ ഈ പെൺകുട്ടിക്ക് എനിക്കെതിരെ കേസ് കൊടുക്കാൻ പറ്റുമോ? സന്ദീപ് വാര്യർ
ഈ പെൺകുട്ടിയുടെ വിവാഹത്തിൽ പങ്കെടുത്തു എന്ന് പറഞ്ഞ ഡേറ്റ് അടക്കം പിന്നെ ഫേസ്ബുക്കിൽ ഇട്ടു. നോക്കൂ, ആ ഫോട്ടോ, പഴയ ഫോട്ടോ കുത്തിപ്പൊക്കിയെടുത്ത് പ്രചരിപ്പിക്കുകയാണെന്നേ. താങ്കൾ അതിന്റെ പ്രശ്നം എന്താ അറിയാമോ? താങ്കൾ ഇപ്പോൾ ഈ പെൺകുട്ടിയുടെ മുൻ ഭർത്താവിനൊപ്പം നിൽക്കുന്നു. ഈ മുൻ ഭർത്താവിന്റെ കൂടി മുഖമാണ് വെളിപ്പെടുത്തുന്നത് പുറത്ത്. രഞ്ജിജി, നമുക്ക് വസ്തുതകളിലല്ലേ ഡീൽ ചെയ്യാൻ പറ്റൂ. സന്ദീപ് വാര്യരുടെ പോസ്റ്റ് ഇപ്പോഴും കിടപ്പില്ലേ? 31,000-ലധികം ലൈക്ക് ലഭിച്ച വ്യാപകമായി വൈറലായ പോസ്റ്റ് കിടപ്പില്ലേ? അതിൽ ഡേറ്റ് കൊടുത്തിട്ടുണ്ടോ? ഇല്ല. എന്തിനാണ് നമ്മൾ കള്ളം പറയുന്നത്? അത് ഡേറ്റ് കൊടുത്തിട്ടില്ല. സന്ദീപ് വാര്യരുടെ വിവാഹത്തിൽ പങ്കെടുത്തു എന്ന് പറയുമ്പോൾ ഈ സോഷ്യൽ മീഡിയയിലെ ഈ സോക്കോൾഡ് രാഹുൽ അനുകൂലികൾ അത് പഴയ കാലത്തേക്ക് പോകുന്നു, അത് തപ്പിയെടുക്കുന്നു, ആ മാസം കൊടുക്കുന്നു, ആ മാസം തപ്പിയെടുക്കുന്നു. ആ സമയത്ത് സന്ദീപ് ഫോട്ടോ ഇട്ടിട്ടുണ്ട്, അതെടുത്തിപ്പോൾ വ്യാപകമായി പ്രചരിപ്പിക്കുകയാണെന്നേ. അല്ല, കഴിഞ്ഞ വർഷം ഈ പെൺകുട്ടിക്ക് അടുത്ത വർഷം പ്രശ്നം ഉണ്ടാവുമെന്ന് കരുതി സന്ദീപ് വാര്യർക്ക് പോസ്റ്റ് ഇടാതിരിക്കാൻ പറ്റുമോ? എന്നിട്ട് സന്ദീപ് വാര്യരുടെ മാന്യതയാണ് നിങ്ങൾ മാധ്യമപ്രവർത്തകർ വിളിച്ചു പറഞ്ഞപ്പോൾ സന്ദീപ് വാര്യരുടെ പോസ്റ്റ് ഡിലീറ്റ് ചെയ്തു, അതായത് പഴയ പോസ്റ്റ് ഡിലീറ്റ് ചെയ്തു. സത്യങ്ങൾ നമ്മൾ മറച്ചു വെച്ചാൽ ഇനി ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ. അല്ലല്ല, ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ, ഒറ്റ കാര്യം മാത്രം. ആ പെൺകുട്ടിയെ അങ്ങനെ ഇൻഡയറക്റ്റ് ആയിട്ടെങ്കിലും പരാമർശിച്ചപ്പം പൊള്ളിയല്ലേ? രാഹുൽ മാങ്കൂട്ടത്തിലിനെ മാസങ്ങളായി കടിച്ചു കീറി രാഹുലിന്റെ വീട്ടുകാരെ അധിക്ഷേപിച്ച് രാഹുലിനെ വലിച്ച് ചവിട്ടി ഇരച്ചപ്പോൾ ഇവിടെ ആർക്കും വേദന എന്റെ പൊന്നു രാഹുൽ ഈശ്വരെ, വളരെ മാന്യമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തി വന്ന ഒരു പെൺകുട്ടിയുമായും ഒരു പെൺകുട്ടിയെ ഉപദ്രവിക്കാതിരിക്കുന്ന കേരളീയ സമൂഹത്തിൽ വളരെ വിശ്വസനീയമായ പ്രവർത്തികൾ നടത്തിക്കൊണ്ടിരുന്ന വലിയ ഏറ്റവും മികച്ച MLA ആയ നല്ല സ്വഭാവ ശുദ്ധിയുള്ള ഒരു മനുഷ്യനെയാണ് കേട്ടോ ഞങ്ങളൊക്കെ വലിച്ചു കീറുന്നത്. സംശയമില്ല. രണ്ട്, അങ്ങനെ ഏറ്റവും മികച്ച രീതിയിൽ കുടുംബജീവിതം കൊണ്ടുപോകുന്ന പെൺകുട്ടിയാണോ അത്? ആ പെൺകുട്ടി ഏറ്റവും മികച്ച രീതിയിൽ കുടുംബജീവിതം കൊണ്ടുപോകുന്നതാണോ? ഞാൻ കൂടുതൽ പറയുന്നില്ല. പക്ഷേ ഇത് രാഹുലിനെ സപ്പോർട്ട് ചെയ്യുന്നവരോട് റിക്വസ്റ്റ് ഉണ്ട്, ഒരു കാരണവശാലും ആ പെൺകുട്ടിയുടെ ഐഡന്റിറ്റി നമ്മൾ പറയരുത്. അത് ഇന്ത്യൻ നിയമത്തെ നമ്മൾ ബഹുമാനിക്കുന്നതുകൊണ്ടാണ്, നമുക്ക് മര്യാദയുള്ളതുകൊണ്ടാണ്. അതാണ് ശ്രീ രഞ്ജിത്ത് ഓർക്കേണ്ടത്. ഈ തെളിവുകളെല്ലാം എന്റെ കയ്യിൽ മാസങ്ങളായിട്ട് ഇരിക്കുന്നുണ്ടല്ലോ. എനിക്ക് 3 ദിവസം മുമ്പ് വെളിവിടായിരുന്നല്ലോ. അങ്ങനെയാണെങ്കിൽ നിയമ പ്രശ്നമില്ലല്ലോ. 3 ദിവസം മുമ്പ് ഇത് വെളിവിട്ടാൽ പെൺകുട്ടി പരാതി നൽകിയിട്ടില്ലാത്തതുകൊണ്ട് പരാതിക്കാരിയോ ഇരയോ അതിജീവിതയോ അല്ല. പക്ഷെ ഞാൻ ചെയ്യാത്തത് എന്തുകൊണ്ടാണ്? ഞങ്ങളെല്ലാം കുറച്ച് മാന്യതയിലും മര്യാദയിലും വിശ്വസിക്കുന്നതാണ്. ആ മര്യാദ ആ പെൺകുട്ടി കാണിച്ചില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ നമുക്ക് കുഞ്ഞ് വേണം എന്ന് പറഞ്ഞ വാട്സ്ആപ്പ് മെസ്സേജ് പോലും സമൂഹ മാധ്യമങ്ങളിലും മീഡിയയിലും ഇട്ടുകൊടുത്തു രാഹുലിനെ ആക്രമിക്കാൻ. അപ്പൊ ആലോചിക്കുക, ആരാണ് ധർമ്മത്തിന്റെ പാതയിൽ പോരാടുന്നതെന്ന്, ആരാണ് നീതിയുടെയും ന്യായത്തിന്റെയും മാന്യതയിൽ പോരാടുന്നതെന്ന്. ഈ പെൺകുട്ടിക്കെതിരെ ഒരാഴ്ച മുമ്പ് ഇത് പുറത്തിട്ടാൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ചോദിക്കാനെങ്കിലും സ്പേസ് ഉണ്ടാവുമോ? എനിക്ക് ഈസിയായി ചെയ്തുകൂടെ? എന്തെങ്കിലും നിയമ പ്രശ്നമുണ്ടോ? അന്ന് അതിജീവിതയോ ഇരയോ പരാതിക്കാരിയോ അല്ലല്ലോ. പക്ഷെ അത് ചെയ്യാത്തത് ഞങ്ങൾ മാന്യതയിൽ വിശ്വസിക്കുന്നുണ്ട്. പക്ഷെ ആ പെൺകുട്ടിയും ആ പെൺകുട്ടിയുടെ സുഹൃത്തുക്കളും വ്യാപകമായി രാഹുൽ കുഞ്ഞു വേണം, എത്ര പേഴ്സണൽ കാര്യമാണ്, ഒരു കുഞ്ഞ് വേണമെന്ന് പറഞ്ഞ വാട്സപ്പ് ചാറ്റ് വരെ പ്രചരിപ്പിച്ചു. അത് ദൈവമായിട്ട് ചെയ്യിച്ചതാണ്. ഇന്ന് അതാണ് തിരിഞ്ഞു കുത്താൻ പോകുന്നത്. അതാണ് കൺസെന്റ് ഉണ്ടെന്ന് തെളിയിക്കാൻ പോകുന്നത്. അതായത് ആ പെൺകുട്ടി പിൽസ് മുഖ്യം, സിനിമാ ഡയലോഗാണ് പറയുന്നത്, പിൽസ് മുഖ്യം ബിഗിലേ എന്നതിന്റെ പിൽസ് മുഖ്യം എന്ന് വരെ പറഞ്ഞ കൺസെന്റ് ഉള്ള ഡയലോഗ് ആ പെൺകുട്ടി തന്നെ പുറത്തുവിട്ടു. അത് ദൈവമായിട്ട് പുറത്തു വിടിയിച്ചതാണ്. ഈ കള്ളത്തരം പൊളിഞ്ഞു വീഴാനാണ്. രാഹുൽ ഇനിയും 9 തെളിവുകൾ കൊടുത്തിട്ടുണ്ട്. കോടതി അപ്രീഷിയേറ്റ് ചെയ്യുമെന്ന് അറിയില്ല. യൂഷ്വലി കീഴ്ക്കോടതികൾ എങ്ങനെ ജാമ്യത്തിൽ കറേജസ് ആയ ഡിസിഷൻ അല്ല, ഹൈക്കോടതികളാണ് പൊതുവെ എടുക്കുന്നത്. എന്നാലും ഈ കാര്യങ്ങളെല്ലാം പൊതുമധ്യത്തിലേക്ക് വരും. പക്ഷെ ഒറ്റ റിക്വസ്റ്റേ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവരോട്, നമ്മളെന്ന് പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെയും ഞാൻ അടക്കം നടത്തുന്ന ക്യാമ്പയിനെ സപ്പോർട്ട് ചെയ്യുന്നവരോടുള്ളൂ, ഒരു കാരണവശാലും ആ പെൺകുട്ടിയെ അധിക്ഷേപിക്കരുത്, പെൺകുട്ടിയുടെ പേര് വെളിവിടരുത്, പെൺകുട്ടിയുടെ വീട്ടുകാരുടെ പേര് വെളിവിടരുത്, പെൺകുട്ടിയുടെ ഹസ്ബൻഡിന്റെ പേര് വെളിവിടരുത്. എനിക്ക് ഹസ്ബൻഡിന്റെ ഓഡിയോ ചാറ്റ് അടക്കം എന്റെ ഉണ്ട്. പക്ഷേ അദ്ദേഹം എന്നോട് പറഞ്ഞു ഇപ്പൊ അത് പുറത്തു വിടണ്ട. ഹസ്ബൻഡ് അടക്കം ഞങ്ങൾ ഇതുവരെ ഡിവോഴ്സ്ഡ് ആയിട്ടില്ല, ഞങ്ങൾ വിവാഹമോചനം നേടിയിട്ടില്ല എന്ന് ആ പെൺകുട്ടിയുടെ ഭർത്താവ് എന്നോട് പറയുന്നതിന്റെ ഓഡിയോ മെസ്സേജുകൾ എന്റെ ഉണ്ട്. അത് ഞാൻ ഇപ്പം പുറത്തുവിടില്ല, കാര്യം സ്വകാര്യതയ്ക്കെതിരാണ്. നന്ദി രാഹുൽ.